ത്രിയേക ദൈവത്തിന് സ്തുതി. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അഭിമന്യ പിതാവായ ഡോക്ടർ തെഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത, ഈ അനുഗ്രഹീത എക്യുമെനിക്കൽ ദിവസത്തിൻ്റെ അധ്യക്ഷൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ഐസക് മോർ ഫെലിക്സിനോസ് എപ്പിസ്കോപ്പ, മാർത്തോമാ സഭയിലെ എൻ്റെ സഹോദര തിരുമേനിമാരെ, സഹോദരീ സഭകളിലെ അഭിവന്ദരായ പിതാക്കന്മാരെ, വന്യ കോറെപ്പിസ്കോപ്പ അച്ഛന്മാർ, ബഹുമാനപ്പെട്ട വൈദികർ, മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം സാരഥികൾ, ഈ കൺവെൻഷൻ്റെ ക്രമമായ നടത്തിപ്പിന് വേണ്ടി കഴിഞ്ഞ നാളുകളിലൊക്കെ അത്യധ്വാനം ചെയ്ത പ്രിയപ്പെട്ട സുവിശേഷ പ്രസംഗ സംഘത്തിലെ സഹോദരി സഹോദരന്മാരെ, ഈ കൺവെൻഷൻ ഏറ്റവും കൂടുതൽ ഹൃദ്യമാക്കുന്ന ശ്രുതി ലയങ്ങളോടുകൂടി ഗാനമാലപിക്കുന്ന പ്രിയപ്പെട്ട ഗായക സംഘം, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ മണൽപ്പരപ്പിനെ സൗന്ദര്യമുള്ളതാക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. മാരാമൺ കൺവെൻഷൻ എനിക്കൊരു പുത്തൻ അനുഭവമല്ല. ആദ്യത്തെ മാരാമൺ കൺവെൻഷൻ പ്രസംഗിക്കാൻ വന്നപ്പോൾ അല്പം ചഞ്ചലിപ്പുണ്ടായിരുന്നു. കാരണം വലിയ പ്രാസംഗികരും കേൾക്കുന്ന എല്ലാവരും പ്രാസംഗികരുമാകുമ്പോൾ പ്രസംഗിക്കുന്ന ആൾക്ക് അല്പം സങ്കോചമുണ്ടാകാമെന്നുള്ളത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ചും വ്യത്യസ്തമായ സഭാ പാരമ്പര്യവും അന്തരീക്ഷവും ഒക്കെ നിലനിൽക്കുമ്പം അതിൻ്റെ ഒരു സ്വാഭാവികതയാണ്. എന്നാൽ ഏറെ അനുഗ്രഹകരമായ ഒരു കൂടിവരവായിരുന്നു അന്നത്തെ എക്യുമെനിക്കൽ വേദിയിലെ എൻ്റെ സാന്നിധ്യവും പങ്കാളിത്തവും. മാർത്തോമാ സഭയും മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള ബന്ധം ആഴമുള്ളതാണ്. മുറിവുകൾ ഉണ്ടായെങ്കിലും ആ മുറിവുകൾ ഉണങ്ങാൻ സമയമെടുത്തെങ്കിലും അത് നന്നായി ഹീൽ ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളതാണ് മാർത്തോമാ സുറിയാനി സഭയും മലങ്കര യാക്കോബായ സുറിയാനി സഭയും തമ്മിലുള്ള ഇഴയടുപ്പത്തിൻ്റെ ഒരു പൊരുൾ. രണ്ട് പരിശുദ്ധ ആഗമന സുറിയാനി സഭയുടെ പരമാധ്യക്ഷന്മാർ ഈ അനുഗ്രഹീത മാരാമൺ കൺവെൻഷൻ പന്തലിൽ വന്ന് പ്രസംഗിക്കുക മാത്രമല്ല, ഹൃദ്യമായ ഒരു ആദരവും സ്വീകരണവും ഈ പരിശുദ്ധ സഭ നൽകുമ്പോൾ എപ്പോഴും വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് സംവദിക്കുന്ന സംവാദങ്ങളിലൂടെയും പ്രാർത്ഥനയിലൂടെയും അകലങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നിരന്തരമായ പരിശ്രമം ഫലം കണ്ടെത്തുന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ ഒരു ചുമതല ഏറ്റതിന് ശേഷമുള്ള എൻ്റെ മാർത്തോമാ സഭയിലെ പൊതുവായിട്ടുള്ള ഒരു വേദിയാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിൽ ഈ സഭയോട് എത്രമാത്രം നന്ദി പ്രകടിപ്പിക്കാൻ വാക്കുകൾക്ക് ശക്തിയുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ
ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തേഡുഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത എന്നെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മാർത്തോമാ സഭയുടെ കമ്മിറ്റി കൂടി എൻ്റെ ഈ സ്ഥാനലബ്ധിയിൽ അഭിനന്ദനം അറിയിക്കുന്നതായും മാർത്തോമാ സഭയുടെ ഔദ്യോഗിക റെപ്രസെൻറ്റേഷനായി ഡെലിഗേറ്റായി ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്തായെയും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെയും അയക്കുന്നതായി എന്നോട് പറഞ്ഞപ്പം അത് ഒത്തിരി സന്തോഷം, സഭയ്ക്ക് മുഴുവനുമുള്ള ഒരു ആദരവും അംഗീകാരവും മഹത്വവുമായിട്ടാണ് അതിനെ കണ്ടതും അതിനെ സ്വീകരിച്ചതും. ഈ കഴിഞ്ഞ മാർച്ച് മാസം 25-ന് ശേഷമുള്ള അനേകം സന്ദർഭങ്ങളിൽ ഞാൻ ചെന്ന ഇടങ്ങളിലെല്ലാം എന്നെ സ്വീകരിക്കുവാൻ, ആദരിക്കുവാൻ, അത് കേരളത്തിലും കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും ഒരുപോലെ ഏറ്റവും ഊഷ്മളമായ നിലയിൽ എന്നെ കരുതിയതും കണ്ടതും, ഈ സഭയെ കരുതിയതും സ്നേഹിച്ചതും മഹത്വീകരിച്ചതും പോലെ തന്നെയായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. മാർത്തോമാ മെത്രാപ്പൊലീത്തായോടും സഫ്രഗൻ ബർണബാസ് മെത്രാപ്പൊലീത്തായോടും മാർത്തോമാ സഭയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായ അഭിവന്യ പിതാക്കന്മാരോടും ഈ അനുഗ്രഹീത കൂടിവരവിൽ നിങ്ങളെല്ലാവരോടും എനിക്കുള്ള നന്ദി സഭയ്ക്ക് വേണ്ടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് അറിയിക്കട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് നീൽ ആംസ്ട്രോങ് ഇവിടെ ഈ മാരാമൺ പന്തലിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചന്ദ്രനിൽ ആദ്യം കാലുകുത്തിയ മനുഷ്യനാണ് നീൽ ആംസ്ട്രോങ്. തിങ്ങി നിറഞ്ഞ ഈ മണൽപ്പരപ്പിനെ നോക്കി അദ്ദേഹം പ്രസംഗിച്ചതിൻ്റെ ഒരു ക്യാപ്ഷൻ അല്ലെങ്കിൽ ഒരു കോട്ട് അദ്ദേഹം പറഞ്ഞത് ഞാനിങ്ങനെ ഓർത്തെടുക്കുന്നു. ഞാൻ കുറിച്ച് വെച്ചിട്ടില്ല, എന്നേക്കാൾ അറിവും അനുഭവവും പരിചയമുള്ളവരാണ് നിങ്ങൾ. വാക്കുകളിൽ എന്തെങ്കിലും പിശക് സംഭവിച്ചാൽ ക്ഷമിക്കണം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണെന്ന് ഞാൻ ഓർത്തെടുക്കുന്നു. ചന്ദ്രനിൽ കാലുകുത്തുന്ന ഒരു വലിയ സംഭവം തന്നെയാണ്, തർക്കമൊന്നുമില്ല. എന്നാൽ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തുന്നതിനെക്കാട്ടിലും വലിയ കാര്യമാണ് ഈ ഭൂമിയിൽ നടക്കുന്നത്. മാരാമൺ കൺവെൻഷനിലെ മരൽ പരപ്പിലെ മുഴുവൻ ചുറ്റും പുറവും നോക്കിക്കൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു. ദൈവത്തോടൊപ്പം നടക്കുന്ന മനുഷ്യരും മനുഷ്യരോടൊപ്പം നടക്കുന്ന ദൈവവും ആണ് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തുന്നതിനെക്കാട്ടിലും വലുത് എന്ന് അദ്ദേഹം ഇവിടെ പ്രസംഗിക്കുകയുണ്ടായി. എത്രമാത്രം ശരിയാണ്. മനുഷ്യനാണ് ദൈവത്തിൽ നിന്നും ഓടി അകലുന്നത്. ദൈവം എപ്പോഴും മനുഷ്യനോട് കൂടെ തന്നെയായിരുന്നു. അന്വേഷിച്ച് ചെല്ലുന്നുണ്ട്, നീ എവിടെയാണ്, നീ എവിടെയാണെന്ന് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അന്ന് വരെയും ദൈവം മനുഷ്യരോടൊപ്പമായിരുന്നു. പിന്നെ എപ്പോഴാണ് അവർ ദൈവത്തിൽ നിന്നും ഓടി മറയുന്നത്? ദൈവത്തിൽ നിന്നും ഓടി മറയുന്നത് അവർ നഗ്നരാണെന്നുള്ളതായ ബോധ്യത്തിലാണ്. അവിടെയും സ്നേഹവായ്പോടെ വിളിക്കുന്നുണ്ട്, പക്ഷേ പുറത്തു വരാൻ നിർബന്ധിക്കരുത് എന്നാണ് മനുഷ്യർ അവിടെ ദൈവത്തോട് പറയുന്നത്. ഈ ദൈവം എന്നും നമ്മോട് കൂടെ തന്നെയുണ്ട്. ദൈവം ഒരിക്കലും നമ്മെ ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷേ ദൈവത്തോടൊപ്പം നടക്കുന്നതിൽ ദൈവത്തോടൊപ്പമാണോ ഞാനും നിങ്ങളും എന്നുള്ളത്
ഈ സുവിശേഷ പന്തലിൽ ആത്മീയമായി ചിന്തിക്കുവാൻ നീൽ ആംസ്ട്രോങ്ങിൻ്റെ അതിശ്രദ്ധേയമായ ആ ചിന്ത ലോകത്തിൻ്റെ കണ്ടെത്തലുകളുടെ പുതിയ ഇന്നത്തെ ലോകം ഇഷ്ടപ്പെടുന്ന പിന്നാലെ പോകുന്ന അനേകം കാര്യങ്ങളുണ്ട്. അതിൽ മഹത്വവും അതിൽ ശ്രേഷ്ഠതയും കണ്ടെത്തി ദൈവത്തെ മറന്ന് അകന്ന് ജീവിക്കുന്ന അനേകം ജന്മങ്ങൾ നമുക്ക് ചുറ്റുപാടുകളിലുമുണ്ട്. ഈ പന്തൽ ഇതൊരു ആത്മീയതയുടെ നിറസദസ്സാണ്, വേദിയാണ്. ദൈവം തൻ്റെ സാന്നിധ്യം കൊണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അദൃശ്യമായ വ്യാപരിക്കൽ കൊണ്ട് സമ്പന്നമാക്കുന്ന മാരാമൺ കൺവെൻഷൻ. ഞാനിവിടുത്തെ പ്രാർത്ഥനയും ഇവിടുത്തെ അതുപോലെ തന്നെ സാക്ഷ്യവും ഒക്കെ ശ്രദ്ധിക്കുകയുണ്ടായി. പ്രാർത്ഥനയ്ക്കും ദൈവ സാന്നിധ്യത്തിനും ദൈവാനുഭവത്തിനും എത്രമാത്രം നമ്മൾ നന്ദി കരയേറ്റുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആദി മാതാപിതാക്കന്മാർക്ക് ആരാധന ആവശ്യമായിരുന്നില്ല. കാരണം ദൈവം എപ്പോഴും അവരോടൊപ്പം ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരാധന വഴിപാട് ആരംഭിക്കുന്നത് ഇവിടെ ഫീലക്സിനോസ് തിരുമേനി ഓർമ്മപ്പെടുത്തിയതുപോലെ കായേനിൻ്റെയും ഹാബേലിൻ്റെയും സമയത്താണ്. അവരും ആരാധിക്കുന്നുണ്ട്. ദൈവം അവനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ സഹോദരൻ എവിടെ? ദൈവം അവനോട് പറയുന്നുണ്ട്, നീ ഒന്നുകൂടി ശ്രമിച്ചാൽ, നീ ഒന്നുകൂടെ ശ്രമിക്കുക, നിനക്ക് നന്നാവാൻ സാധിക്കും. അവൻ കേൾക്കുന്നില്ല, അവൻ നിരാശപ്പെടുകയാണ്. നീ എന്തിനു നിരാശപ്പെടണം? നീ ഒന്നുകൂടി നന്നാവ്. പാപം വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാകും. പ്രിയമുള്ളവരെ, ഹബേലിൻ്റെ വഴിപാടർപ്പിച്ച ആടിൻ്റെ കൊഴുപ്പിൻ്റെ മഹത്വം കൊണ്ടല്ല ദൈവം അതിൽ പ്രീതിപ്പെട്ടത്. നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും ആത്മാവിൽ നിന്നും ഉയർന്നു വരേണ്ടുന്നതാണ്. ആ ശബ്ദം, ആ മഹത്വം, ആ സാക്ഷ്യം ഈ പരിശുദ്ധ സഭയ്ക്ക് എത്രത്തോളം ഉയർത്തിപ്പിടിക്കുവാൻ സാധിക്കുമോ അത് ലോകത്തിന്, സഭകൾക്ക് നല്ല മാതൃകയാണ്. മുംബൈ ഭദ്രാസനത്തിൻ്റെ മാർത്തോമാ സഭയുടെ മെത്രാപ്പോലി തിരുമേനി മുംബൈ ഭദ്രാസനം എനിക്ക് നൽകിയ ഒരു സ്വീകരണ ചടങ്ങിൽ വന്ന് പ്രസംഗിക്കുകയുണ്ടായി. തിരുമേനി ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവിടെ അറേഞ്ച്മെൻറ്റ്സൊക്കെ വ്യത്യസ്തമാണ്. വ്യത്യസ്തതയാണല്ലോ ഈ എക്യൂമെനിസത്തിൻ്റെ ഒരു പ്രത്യേകതയും. ഞങ്ങളെല്ലാം വ്യത്യസ്തരാണ്. വേഷത്തിൽ മാത്രമായിരിക്കട്ടെ വ്യത്യസ്തത, മനസ്സിൽ ഹൃദയം കൊണ്ട് അങ്ങനെ അല്ലാതിരിക്കുകയും ആവട്ടെ എന്നുള്ളതാണ് നമ്മളുടെ എല്ലാം പ്രാർത്ഥന. ഈ തിരുമേനിയുടെ പ്രസംഗത്തെക്കുറിച്ച് മാത്രം സൂചിപ്പിക്കുമ്പോൾ എന്നെക്കുറിച്ച് ഒത്തിരി വാചാലമായി പ്രസംഗിച്ച ഒത്തിരി തിരുമേനി പറഞ്ഞ് മർത്തവമായില്ലേ, അതൊന്നും അവഗണിച്ചുകൊണ്ട് പറയുന്നതല്ല. പക്ഷേങ്കിൽ ഇന്നത്തെ ഈ സമ്മേളനവുമായിട്ട് അതിനൊരു റിലേഷൻ ഉള്ളതുകൊണ്ട് മാത്രം പറയുന്നതാണ്. തിരുമേനി ഇങ്ങനെ കൽപ്പിച്ചു, മർത്തോമാ സഭയും യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയും ഒരേ ആരാധനയും ഒരേ പൈതൃകവും ഒരേ പൗരോഹിത്യവും ഒരേ ഭാഷയും ഒരേ ചരിത്രവുമുള്ള സഭകളാണ്. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, 2 വീട്ടിലാണ് താമസിക്കണേ. ശരിയാണ്. 2 വീട്ടിൽ താമസിക്കുമ്പോഴും ഒരേ ആരാധനയും ഒരേ പൈതൃകവും ഒരേ വിശ്വാസവും ഒരേ ചരിത്രവും ഒരേ ഭാഷയും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. തേഡോഷ്യസ് തിരുമേനി പേടിക്കേണ്ട, മാർത്തോമാക്കാരെ ഒന്നും ഞാൻ യാക്കോബാക്കാരനാക്കാനായിട്ടുള്ള പ്രസംഗവും നടത്തുന്നില്ല. ഇവിടെ യാക്കോബാക്കാരും മാർത്തോമാക്കാരും ആവുന്നില്ല. പക്ഷേ കുറച്ച് കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം 2 കല്യാണം നടത്തി. 2 ഒന്നാന്തരം മാർത്തോമാ പെൺകുച്ചുങ്ങളെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടി, തിരിച്ചങ്ങോട്ടും ലഭിക്കുന്നു. ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നുമുണ്ട്. കാരണം ഞങ്ങളുടെ യാക്കോബായ ആൾക്കാർ ഉഴപ്പന്മാരാണ് പലപ്പോഴും. പ്രാർത്ഥനയൊന്നും കൃത്യമായിട്ട് നടത്തുകയില്ല.
വേദപുസ്തകം ഒന്ന് വായിക്കുക. എല്ലാവരും അല്ല കേട്ടോ, നൊയമ്പ് നോക്കാനൊക്കെ മടിയാണ്. ഒരു സഭാപ്രമാണി എന്നോട് പറഞ്ഞു, ഞാനിത് എളംകുളം സൂനൂറോ പള്ളിയിൽ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചതാണ്. ആ പെൺകുട്ടി കോവൂർ ഫാമിലിയാണ്, ഡോക്ടറാണ്, അപ്പനും അമ്മയും ഡോക്ടറാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഒരു സഭാസ്നേഹി വലിയ ഡെക്കറേഷൻ കിട്ടിയിട്ടുള്ള ആളാണ്, പുള്ളിയുടെ മകൻ കല്യാണം കഴിച്ചത് മാർത്തോമായിൽ നിന്നാണ്. പേരൊന്നും ഞാനിവിടെ പറയണില്ല. അറിയപ്പെടുന്ന ഒരു ബിൽഡറാണ് ഈ പെൺകുട്ടിയുടെ അപ്പൻ. അപ്പോൾ എന്നോട് ചോദിച്ചു, തിരുമേനി ഞങ്ങളിങ്ങനെ വലിയ സുറിയാനി പാരമ്പര്യമുള്ള ആൾക്കാരല്ലേ, അപ്പം മാർത്തോമാ സഭയിൽ നിന്നും പ്രത്യേകിച്ച് അദ്ദേഹം സമുദായത്തിൻ്റെ വലിയ സ്ഥാനത്തിരുന്നിട്ടുള്ള ആളാണ്, അത് പ്രശ്നമാകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ ഒന്നുകൊണ്ട് ധൈര്യമായിട്ട് കെട്ടിക്കോളാൻ പറഞ്ഞു മകനോട്. എനിക്കൊരു സാക്ഷ്യം കിട്ടി. ഒരു 5-6 മാസം കഴിഞ്ഞപ്പം ഞങ്ങൾ ഈ പയ്യൻ്റെ ഈ അപ്പനും ഞാനുമായിട്ട് കാണാനിടയായി. അപ്പം അവൻ പറഞ്ഞു, തിരുമേനി ആ കൊച്ചു വന്നു കയറിയതിന് ശേഷം എൻ്റെ മകൻ കൃത്യമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, എൻ്റെ മകൻ കൃത്യമായിട്ട് പള്ളിയിൽ പോകാൻ തുടങ്ങി. അവൻ ഇന്ന് വരെ നൊയമ്പ് തോറ്റതായിട്ട് ഞാൻ അധികമൊന്നും കണ്ടിട്ടില്ല. നിർബന്ധിച്ചാൽ നോക്കും, പക്ഷേ പുറത്ത് പോയി കഴിക്കുന്നുണ്ടാകാം. അതുമെല്ലാം കൃത്യമായിട്ട് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് ഞാൻ പലയിടത്തും സാക്ഷ്യമായിട്ട് പറയാറുണ്ട്. അജമോഷണത്തിന് വേണ്ടി പറയുന്നതല്ല കേട്ടോ പ്രിയമുള്ളവരെ. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യം നമുക്കുണ്ട്. അത് നമുക്ക് വലിയ ഭാഗ്യമാണ് എന്ന് സ്നേഹത്തോടെ ആമുഖമായിട്ട് പറഞ്ഞു നിർത്തട്ടെ. ഒരു എക്യുമെനിക്കൽ സമ്മേളനം കഴിഞ്ഞിട്ട് 1700 വർഷമാകുന്നു. അതിവിടെ തിരുമേനി സൂചിപ്പിച്ചു. നിഖ്യാ സുന്നഹദോസിൻ്റെ 1700ാമത് വർഷം നിഖ്യായിലും അതുപോലെ തന്നെ ഈജിപ്തിലും ലോകത്തിൻ്റെ നാനാഭാഗത്തും ലിയോ മാർപ്പാപ്പ, പരിശുദ്ധ ലിയോ മാർപ്പാപ്പ അടക്കമുള്ള ലോക നേതാക്കളും ഇതര ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമൊക്കെ പങ്കെടുത്ത അനേകം യോഗങ്ങൾ ഇതിനോടകം നടന്നു. ത്രിത്വത്തിലെ 3 അംഗങ്ങൾ തമ്മിലുള്ള തുല്യതയും സാരാംശത്തിലെ ഏകത്വവുമാണ് അറിയൂസിൻ്റെ മറിച്ചുള്ള വാദങ്ങൾ തള്ളിക്കൊണ്ട് നിഖ്യാ സുന്നഹദോസ് അന്ന് ഉയർത്തിപ്പിടിച്ചതും പ്രഖ്യാപിച്ചതും. അന്നത്തെ സുന്നഹദോസിൽ പ്രിസൈഡ് ചെയ്തത് അന്ത്യോക്യൻ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ഇഗ്നാത്തിയോസ് ഒസ്താത്തിയോസ് പത്രീർക്കീസ് ബാവയായിരുന്നു. പ്രിയമുള്ളവരെ, എക്യുമെനിക്കൽ സമ്മേളനത്തിൻ്റെ ഒരു അറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു സമ്മേളനമായിരുന്നു നിഖ്യാ സുന്നഹദോസ്. നിഖ്യാ സുന്നഹദോസിന് ശേഷം പിന്നീടുണ്ടായ 1-2 സുന്നഹദോസുകളിലും ഒരേ ആശയത്തിൽ നിൽക്കാൻ പറ്റിയെങ്കിലും പിന്നീട് വിഭജനങ്ങളുടെ, വേർപാടുകളുടെ, വേർപെടലുകളുടെ ഒരു തുടർക്കഥയാണ് നമ്മൾ കാണുന്നത്. ഏകത്വത്തിലെ ഐക്യം ആണ്, ഈ ത്രിയേക ദൈവത്തിൻ്റെ ഏകത്വത്തിലെ ഐക്യമാണ് യഥാർത്ഥത്തിൽ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ, സഭകളുടെ ഐക്യത്തിൻ്റെ അടിസ്ഥാനമായി യഥാർത്ഥത്തിൽ സഭാപിതാക്കന്മാരും അതുപോലെ തന്നെ എക്യുമെനിക്കൽ പ്രസ്ഥാനവും കാണുന്നത്. വിവിധ പാരമ്പര്യങ്ങളും ആരാധനകളും സംസ്കാരവും ഒക്കെ നമ്മൾ ഉയർത്തിപ്പിടിക്കുമ്പോഴും വിശ്വസിക്കുമ്പോഴും ഒരേ കർത്താവിനെ സേവിക്കുന്ന വ്യത്യസ്ത സഭാംഗങ്ങളുടെ സംഗമസ്ഥാനങ്ങളിലാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപരിക്കലും നിയോഗവും നമുക്ക് ബോധ്യപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ള സ്നേഹിതരെ, ഈ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ ആപ്തവാക്യം എല്ലാവർക്കും മനഃപാഠമാണ്. കർത്താവായ ക്രിസ്തു തൻ്റെ കഷ്ടാനുഭവത്തിന് മുമ്പ് പിതാവാം ദൈവത്തോട് നടന്ന പ്രാർത്ഥനയാണ്, മഹാപുരോഹിത പ്രാർത്ഥനയാണിത്. നീയും ഞാനും ഒന്നായിരിക്കുന്നത് പോലെ അവർ നമ്മിൽ ഒന്നായിരിക്കും. എന്തിനാ? ലോകം വിശ്വസിപ്പാൻ. അവിടെ ഈ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേക സാങ്കത്യമുള്ളത് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം നമ്മൾ വായിക്കുമ്പം ഈ ഭാഗത്തിന് ശേഷം പിന്നാലെ വരുന്ന സംഭവങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. യൂദാസ് വരുന്നു, ഒറ്റിക്കൊടുക്കുന്നു, കർത്താവ് പിടിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ ഒരു
ശ്രദ്ധേയമായ അന്ത്യനേരത്തുള്ള പ്രാർത്ഥനകളിൽ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നു, ഇവർ നമ്മിൽ ഒന്നായിരിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ അന്ത്യാഭിലാഷമാണെന്നാണ് അവിടെ പറയുന്ന പ്രാർത്ഥനയിൽ പറയുന്നത്. ക്രിസ്തുവിൻ്റെ ആ പ്രാർത്ഥനയിലെ അതിലെ കൂടുതലായിട്ടുള്ള മർമ്മങ്ങൾ നമുക്കങ്ങനെ കണ്ടെത്താനായിട്ട് സാധിക്കും. സഭകളുടെ ഐക്യം എന്നത് കേവലം ഒരു ഘടനാപരമായ അല്ലെങ്കിൽ സംഘടനാപരമായ ഒരു ആവശ്യമല്ല. ഇറ്റ്സ് നോട്ട് ആൻ ഓർഗനൈസേഷണൽ നീഡ്. മറിച്ച് ദൈവശാസ്ത്രപരമായ ആത്മീയമായ അനിവാര്യതയാണ്, തിയോളജിക്കൽ നെസസിറ്റിയാണ് സഭകളുടെ ഐക്യം കൊണ്ട് സഭകൾ ലക്ഷ്യമാക്കേണ്ടുന്നത്. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് മുതിരുന്ന അവസാനത്തെ ആഗ്രഹം ലോകം വിശ്വസിക്കേണ്ടതിന് നാം ഒന്നായിരിക്കണം. അന്നങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ അപ്പോസ്തലന്മാർക്കിടയിലുള്ളതായ സംശയങ്ങൾ, അപ്പോസ്തലന്മാർക്കിടയിലുള്ളതായ ഭിന്നത, ഈ 12 പേരെ പോലും ഒരേ സ്വരത്തിൽ, ഒരേ ഭാവത്തിൽ, ഒരേ ജീവിതാനുഭവത്തിൽ കൊണ്ടുവരുന്നുള്ള പരാജയം, ഇതെല്ലാം ക്രിസ്തു അഭിമുഖീകരിച്ചിട്ടുണ്ട്. ആരാണ് വലിയവൻ? അവിടെയാണ് ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാവുന്നത്. അന്ന് വരെ ഒരു ഗുരുവും ശിഷ്യൻ്റെ കാല് കഴുകിയിട്ടില്ല. അതൊരു പാരഡൈം ഷിഫ്റ്റ്, മാതൃകാ വ്യതിയാനം. എല്ലാവരും ഓടി ഒളിക്കുന്നുണ്ട്. ഇതെല്ലാം ക്രിസ്തുവിന് ബോധ്യപ്പെട്ടിരുന്നു. ശുശ്രൂഷിക്കുവാനാണ് നമ്മൾ വെമ്പൽ കൊള്ളേണ്ടത് എന്ന് ക്രിസ്തു പറയുന്നത് സ്വന്തം ഡിസൈപ്പിൾസിൻ്റെ കാല് കഴുകിക്കൊണ്ടാണ്. അപ്പോൾ തന്നെ നൊമ്പരപ്പെടുത്തുന്ന ധാരാളം കാര്യങ്ങളിൽ നിന്നും ഉരുത്തിരിയുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇവരിനി എന്നാണ് നന്നാവാൻ പോകുന്നത്? അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. കർത്താവിൻ്റെ തന്നെ കുരിശിലെ കർത്താവിന് ആ വില കൊടുക്കേണ്ടി വന്നപ്പോൾ മാത്രമാണ് ഈ ഒന്നാകൽ അവർക്കിടയിലും യഥാർത്ഥത്തിൽ സംജാതമാകുന്നത്. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് തടസ്സമാണ് അനൈക്യമെന്ന് പറയുന്നത്. ഈ പ്രസംഗിക്കുന്ന ഞാനുമൊക്കെ തിരുമേനിക്ക് ബാവയ്ക്ക് ഇത്രയൊക്കെ എങ്ങനെ ധൈര്യമായിട്ട് പറയാൻ പറ്റും എന്നൊക്കെ ചോദിക്കാം. അനൈക്യം, നമുക്കിടയിലുള്ള അനൈക്യം, ഭിന്നത, തർക്കം, വഴക്ക്, വ്യവഹാരം, ഇതെല്ലാം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് തടസ്സമാകുമ്പോൾ നമ്മുടെ ഐക്യം ഏത് നിലകളിലാണെങ്കിലും നമുക്ക് സാഹോദര്യത്തോടെ, സ്നേഹത്തോടെ സഹവസിക്കുവാൻ സാധിക്കുന്ന, സ്നേഹത്തിൻ്റെ ആത്മാവിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുമ്പോൾ ലോകത്തിന് മുൻപിലുള്ള വലിയ സാക്ഷ്യമാണ്. ഈ കാലഘട്ടത്തിൽ എക്യുമെനിസം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പലപ്പോഴും എക്യുമെനിസത്തെക്കുറിച്ച് തെറ്റായ ധാരണകളുണ്ട്, നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. ഈ കാലഘട്ടത്തിൽ നാം എക്യുമെനിസം കൊണ്ട് അർത്ഥമാക്കുന്നത് സഭകളുടെ അനന്യത നഷ്ടപ്പെടുത്തലല്ല, യുണീക്ക്നെസ്. എല്ലാ സഭകൾക്കും അതിൻ്റേതായ ഐഡൻറ്റിറ്റി ഉണ്ട്, അസ്തിത്വമുണ്ട്, തനിമയുണ്ട്, സൗന്ദര്യമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്, ചരിത്രമുണ്ട്, ആരാധനയുണ്ട്, പാരമ്പര്യമുണ്ട്, ഭരണമുണ്ട്, ജീവിതക്രമങ്ങളുണ്ട് എല്ലാ സഭകൾക്കും. അതുകൊണ്ട് ആ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു എക്യുമെനിക്കൽ ജേണിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ തുടരേണ്ടുന്നത്. അതിൽ എക്യുമെനിസം എന്നത് പണ്ഡിതന്മാരുടെ സദസ്സിലുള്ളതായ ഡയലോഗ്സിൽ മാത്രം ഒതുക്കി നിർത്തേണ്ടുന്ന ഒന്നല്ല എന്നുള്ളതിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടുന്നത്. മറിച്ച് ഡയലോഗ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ സംഭാഷണമാണ് ക്രിസ്തു നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഹെയ്റ്റഡിൻ്റെ അല്ല, വെറുപ്പിൻ്റെ അല്ല, തിയോളജിയുടെ അല്ല, എക്ലിസിയോളജിയുടെ അല്ല, ഇക്കോളജിയുടെ അല്ല. അതൊക്കെ വേണം. എങ്കിൽ കൂടിയും അവിടെയൊന്നും സ്നേഹത്തിൻ്റെ ഡയലോഗ് രൂപപ്പെടുന്നില്ലെങ്കിൽ മറ്റ് ഡയലോഗ്സ് എല്ലാം വ്യർത്ഥമാണ്. ആരെന്നോട് വിയോജിച്ചാലും ഒരുമിച്ച് ചേർന്ന് ചിന്തിക്കാൻ, ഒരുമിച്ചിരുന്ന് പഠിക്കാൻ, ഒരുമിച്ചിരുന്ന് മനസ്സിലാക്കാൻ, ഒരുമിച്ചിരുന്ന് പരസ്പരം ആദരിക്കാൻ നമുക്ക് എന്ന് മനസ്സ് വരുന്നു, ഒന്നാണ് എക്യുമെനിസം അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് വളരുകയുള്ളൂ. ഒന്നൊന്നിനോട് ചേർന്ന് ഒന്നില്ലാണ്ടാവുന്നതല്ല എക്യുമെനിസം എന്ന് പറയുന്നത്. ഇവിടെ
ഡയലോഗിൻ്റെ നിരർത്ഥകതയെക്കുറിച്ചാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വർഷങ്ങളായി ഇങ്ങനെ ഡയലോഗ് നടത്തുന്നുണ്ട്, കാപ്പിയും കുടിച്ച് പിരിയും എല്ലാവരും, ഒന്നും നടക്കില്ല. ഈ പണ്ഡിതന്മാരുടെ ബുദ്ധിയെല്ലാം ഊറ്റിയെടുത്ത് കുറേ പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിക്കും, അതോടെ തീരും. പിന്നെ അടുത്ത വർഷത്തെ ഇരിപ്പായി, ഒരു യാത്രയായി, ഒരു ഫെലോഷിപ്പായി, ഒരു സന്തോഷമായി, പക്ഷേ എവിടെയും ചെന്നെത്തത്തില്ല. അവിടെയാണ് നമ്മുടെ ജോസഫ് ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത ഈയിടെ ഒരു കൊച്ചു പുസ്തകം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കുന്നത്, ഒരു ചെറിയ പുസ്തകം അദ്ദേഹം എഴുതി, ഹൃദയം നിറയെ. ശരിക്കും ഹൃദയം നിറയ്ക്കുന്ന ഒരു ചെറു പുസ്തകമാണ്. നിങ്ങൾ ആരെങ്കിലും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ വായിക്കണം. അത് തിരുമേനി മെത്രാപ്പോലിത്ത പുറകിലിരുന്ന് പറഞ്ഞു. ഞാനും അവിടെ ഇവിടെയൊക്കെ വായിച്ചു, പക്ഷേ ഇനിയും വായിക്കണം. അത് ആ വായന മാത്രമല്ല അതിൻ്റെ അകത്ത്, അദ്ദേഹം അതിൽ ഈ എപ്പിസ്കോപ്പൽ ചർച്ചസിലെ ഒരു സഭയെയും പുള്ളി ഉപേക്ഷിച്ചിട്ടില്ല. അദ്ദേഹം ജീവിച്ചിരുന്നവരും മരിച്ചവരുമായ അനേകം പിതാക്കന്മാർ, ഏകദേശം 22 പിതാക്കന്മാരെ കുറിച്ച് തിരുമേനി അവിടെ പരാമർശിച്ചു. ആദ്യത്തെ അധ്യായം ഞാൻ വായിച്ചു നോക്കി. അത് ഫ്രാൻസിസ് മാർപ്പാപ്പായുമായുള്ള വത്തിക്കാനിലെ കൂടിക്കാഴ്ചയാണ്. അപ്പം തിരുമേനി തിരുമേനി സഫ്രഗൻ തിരുമേനി, അന്ന് സഫ്രഗനാണെന്ന് എനിക്കറിയത്തില്ല, മെത്രാപ്പോലിത്ത തിരുമേനി അന്ന് മാർപ്പാപ്പയോട് പറഞ്ഞു, നമുക്ക് കത്തോലിക്കാ സഭയും മാർത്തോമാ ഡയലോഗ് തുടങ്ങണമെന്ന് പറഞ്ഞു. വലിയ കാര്യമായിട്ടൊക്കെ തിരുമേനി പറഞ്ഞ്. അതിനെന്താ നല്ലതായിരിക്കും പ്രതീക്ഷിച്ച തിരുമേനി മറുപടി. കാരണം ഡയലോഗിൻ്റെ കാലമാണ്, അതിന് പ്രശ്നമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ആരുമായിട്ട് ഡയലോഗാവാം, ദർ ഈസ് നോ ഇഷ്യൂ. അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യമുണ്ട്, പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ, വൈ ഡു വി നീഡ് ഡയലോഗ്? Why do we need dialogue? If it is only for theological discussions, we don't need dialogue. If it is for coexistence, we need a dialogue. തിയോളജിക്കലായിട്ട് ഡിസ്കഷന് വേണ്ടിയിട്ട് മാത്രം, ഡയലോഗിന് വേണ്ടി മാത്രമാണ് വി ഡോണ്ട് ഡയലോഗ്. ദർ ഇസ് നോ നീഡ്. അങ്ങനെ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാര്യമുണ്ട്. എവിടെയാണ്? ഇഫ് യു ഡയലോഗ് ഫോർ എ കോ എക്സിസ്റ്റൻസ്, സ്നേഹത്തോടെ സഹവസിക്കണം. കർത്താവിൻ്റെ സഭയാണെന്നുള്ളതായ ബോധ്യം വേണം. എൻ്റെ സഭയല്ല, എൻ്റെ സഭയ്ക്കും ഉപരിയായി ഇത് കർത്താവിൻ്റെ സഭയാണെന്നുള്ളതായ ബോധ്യത്തിൽ നിന്നുമാണ് പരസ്പരം സമാധാനത്തോടെ സഹവസിക്കുമെന്നതിൻ്റെ ആത്മാവ് ക്രിസ്ത്യാനികളിൽ നേതൃത്വത്തിലുണ്ടാവുകയുള്ളൂ. ഞാൻ വന്ന അന്ന് മുതൽ പറയണതാണ്, അങ്ങനെ നമുക്കൊന്ന് സഹവസിക്കണമെന്ന്. എല്ലാവരും ഒന്നും കേൾക്കുന്നില്ല, കേൾക്കണം. അതൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന തുടരണം, ഇനിയും തുടരും, മാറ്റമുണ്ടാകും. ഐ ബിലീവ്. കാരണം അത് ദൈവമാണ്, അത് ദൈവം പ്രവർത്തിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. ദൈവരാജ്യത്തിലേക്കുള്ള തീർത്ഥയാത്രയിൽ നാം പരസ്പരം താങ്ങാവുക എന്നുള്ളതാണ് ഇതിൻ്റെ കാതൽ. പ്രിയമുള്ളവർ, എൻ്റെ സഭ മാത്രം ശരി, അല്ലെങ്കിൽ എൻ്റെ സഭ മാത്രം കൂടുതൽ ശരി എന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെ ഈ എക്യുമെനിസം പ്രാവർത്തികമാകും? ആ ചിന്തകൾ നമുക്ക് മാറാനായിട്ട് സാധിക്കണം. നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങൾ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സഹോദരങ്ങൾ എന്ന തിരിച്ചറിവിലേക്കുള്ള വളർച്ചയായിരിക്കണം എക്യുമെനിക്കൽ ജേർണി. കാലഘട്ടത്തിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും എന്താണെന്ന് നാം തിരിച്ചറിയണം. എക്യുമെനിസത്തിന് മതനിഷേധം, നിരീശ്വരവാദം ഇതൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലമാണ്. ഈ അടുത്തിടെ കടവന്ത്ര ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു നിരീശ്വരവാദികളുടെ ഒരു യോഗം നടന്നു. അപ്പം എൻ്റെ ഒരു സഹോദരൻ, എനിക്ക് അവരുമായിട്ടും ബന്ധങ്ങളൊക്കെ ഉണ്ട്, ഒരു IAS ഓഫീസറാണ്. ആൾ കത്തോലിക്കനാണ്, പക്ഷേ ഈസ് നോട്ട് പ്രാക്ടീസിങ് കത്തോലിക്കൻ. പുള്ളിയുടെ വീട്ടിൽ പുള്ളിയുടെ ഭാര്യയുടെ ആഗ്രഹം അനുസരിച്ച് എന്നെക്കൊണ്ട് പരവദാശം നടത്തി, കത്തോലിക്കരെ വിളിച്ചില്ല. അങ്ങനെ ഒരു സൗഹൃദ ബന്ധം അദ്ദേഹത്തിന്, പേര് പറയുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു, പറയുന്നില്ല. പുള്ളി പറഞ്ഞോളം പറഞ്ഞിട്ടുണ്ട് എന്നോട്, എന്നാലും വേണ്ട. അദ്ദേഹം അവിടെ മെയിൻ സ്പീക്കറാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു 1000 പേരൊക്കെ ഉണ്ടാകുമെന്ന് കരുതിയാണ് പുള്ളി അവിടെ ചെന്ന്. 6000 പേര് എറണാകുളം രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ, ഇൻഡോർ സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തെ കേൾക്കാനും അവരുടെ സംഘം അവിടെ നടന്നു എന്ന് പറയുകയുണ്ടായി. എന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തി.
ഇന്ന് മതനിഷേധവും നിരീശ്വരവാദവും ഒക്കെ വർദ്ധിക്കുന്ന കാലമാണ്. നിരീശ്വരവാദികളോട് മതനിഷേധികളോട് നമ്മൾ സഹിഷ്ണുതയോടുകൂടി മാത്രമേ അവരെ നമ്മൾ കാണാവൂ എന്നാണ് എൻ്റെ പക്ഷം. ഞാൻ വിശ്വസിക്കുന്നവനാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, പക്ഷെ ഞാനൊരു നല്ല മനുഷ്യനായില്ലെങ്കിൽ എന്താ പ്രയോജനം? ഐ ഗോട്ട് ടു ബി എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. അത് എൻ്റെ മതം, എൻ്റെ വിശ്വാസം, എൻ്റെ സംഹിതകൾ എന്നെ മാറ്റുന്നില്ല എങ്കിൽ ഒരർത്ഥവുമില്ല അതിന്. അവിടെയാണ് മതമില്ലാത്തവൻ നല്ല മനുഷ്യനാണെങ്കിൽ എന്തിന് നാം അവനെ അധിക്ഷേപിക്കണം? നിരീശ്വരവാദി നന്മ പ്രവർത്തിക്കുന്നവനാണ്, എന്തിന് നമ്മൾ അവനെ മാറ്റി നിർത്തണം? നമ്മൾ മാറി ചിന്തിക്കണം. ആത്യന്തികമായി മതങ്ങൾ, വിശ്വാസങ്ങളെല്ലാം മനുഷ്യരെ നന്മയിലേക്കും നല്ലതായിട്ടും വളരുവാനും വളർത്തുവാനും വികസിക്കുവാനും പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും പ്രേരിപ്പിക്കുമ്പോഴാണ് മതത്തിനും വിശ്വാസത്തിനും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. പ്രിയമുള്ളവരെ, ലോകവും പുതുതലമുറയും എന്ന ദൈവത്തെ തള്ളിപ്പറയുന്ന പ്രത്യയശാസ്ത്രങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ നമ്മൾ സഭയായി ഒറ്റക്കെട്ടായി നിൽക്കേണ്ടുന്നത് ഇന്നിൻ്റെ ഒരു ആവശ്യകതയാണ്. ക്രൈസ്തവ പീഡനങ്ങൾ ഇന്നും തുടർക്കഥയാണ്. ഒരു കാലത്ത് ഇതൊക്കെ കർത്താവിൻ്റെ ജന്മമെടുത്ത കർത്താവിൻ്റെ ജീവിത യാത്രയുമായി ബന്ധപ്പെട്ട മിഡിൽ ഈസ്റ്റേൺ അല്ലെങ്കിൽ മധ്യപൂർവ്വ ഏഷ്യയിൽ മാത്രമായി, ഇറാഖിലും ടർക്കിയിലും സിറിയയിലും തുടങ്ങിയുള്ള രാജ്യങ്ങളിലായിരുന്നു കൂട്ടക്കൊലകളും വംശഹത്യകളുമൊക്കെ നടന്നിട്ടുള്ളത്. ലക്ഷങ്ങളാണ് അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓട്ടോമാൻ എംപററിൻ്റെ കാലത്ത് മെത്രാന്മാരും കന്യാസ്ത്രീകളും സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളുമൊക്കെ ലക്ഷങ്ങൾ. അത് ഏത് സഭയാണെന്ന് നോക്കിയിട്ടല്ല കേട്ടോ ഈ കൊലയൊക്കെ നടന്നത്. ഗ്രഹാം സെയിൻസ് 2 കുഞ്ഞുങ്ങളും കാറിനകത്തിട്ട് കരിച്ച് കൊന്നില്ലേ? ചോദിച്ചോ അവരോട്, നീ ഏത് സമുദായമാണ്, ഏത് വിഭാഗത്തിൽപ്പെട്ട ബ്രദറിനാണോ, മെത്തഡിസ്റ്റാണോ, കത്തോലിക്കനാണോ, മാർത്തോമയാണോ, ഓർത്തഡോക്സ്? ഒന്നും ചോദിച്ചില്ല. ജസ്റ്റ് ബിക്കോസ് ഓഫ് ക്രിസ്ത്യൻ വർക്ക് ഹി ഈസ് ബീൻ ഡൂയിങ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യയിലായാലും മധ്യപൂർവേഷ്യയിലായാലും ഇന്നിപ്പോൾ വന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലും ക്രിസ്ത്യാനികൾക്ക് പീഡനമായി. ഒന്ന് ആലോചിച്ച് നോക്കി. പാശ്ചാത്യ രാജ്യങ്ങളിൽ ക്രിസ്മസ് സെലിബ്രേഷൻ പോലും നടത്താൻ ഇന്ന് ചില ആളുകൾ തടസ്സം നിൽക്കുകയാണ്. കാനഡയിലും അമേരിക്കയിലും ഒക്കെ ഇടിച്ചു കയറ്റിയാണ് വാഹനം ക്രിസ്മസ് മാളിലൊക്കെ. എത്ര കണ്ട് നമ്മുടെ ലോകം മാറിയിരിക്കുന്നു. അവിടെയാണ് എക്യുമെനിസം ഓഫ് ബ്ലഡ്. ക്രിസ്തു വിശ്വാസത്തിന് വേണ്ടി ജീവനും ജീവിതവും ബലി നൽകി അനേകം രക്തസാക്ഷികളുടെ രക്തം വളമാക്കി വളർത്തിയ സഭയാണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ പിന്തുടരുന്ന, സേവിക്കുന്ന, അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന പരിശുദ്ധ സഭ എന്ന് പറയുന്നത്. എക്യുമെനിസം ഓഫ് ബ്ലഡ്. ഈ എക്യുമെനിസത്തിന് ചോരയുടെ നിറവും മണവുമുണ്ട്. പ്രിയമുള്ളവരെ, ക്രിസ്തു വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി, അല്ലാണ്ട് മാർത്തോമാ വിശ്വാസം സംരക്ഷിക്കാനോ ഓർത്തഡോക്സ് വിശ്വാസം സംരക്ഷിക്കാനോ ഒന്നും വേണ്ടിയല്ല. ഇവരെല്ലാം ക്രിസ്തു വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ മറുവിലയായി കൊടുത്തിട്ടുള്ളവരാണ്. ചരിത്രപരമായ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ആരെയും മാറ്റി നിർത്തണ്ട. മുറിവുകൾ ഞാൻ ആദ്യമേ പറഞ്ഞു, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ചു. പിളർപ്പുകൾ, തർക്കങ്ങൾ, വ്യവഹാരങ്ങൾ, നഷ്ടപ്പെടലുകൾ. ഞാൻ ഓർത്തെടുക്കുന്നുണ്ട്, ബർണബാസിന് ഒരു പ്രസംഗം ഏതോ ഒരു സ്ഥലത്ത് വെച്ച് ഞാനും ഉണ്ടായിരുന്നു വന്നവിടെ. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഒരു ബൈബിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കയ്യിൽ. അത് വെച്ചിട്ട് തുടങ്ങിയതാണ്, അത് വെച്ചിട്ട് അടിസ്ഥാനം ഇട്ടതാണ്, അത് വെച്ചിട്ട് ജീവിച്ചതാണ്. 131 വർഷമായി ഈ കൺവെൻഷൻ. ഇതിൽ നിന്നുമാണ് ജീവനും ആത്മാവും എല്ലാം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, പഴയത് മറക്കണം, പൊറുക്കണം, ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കണം, ക്ഷമ ചോദിക്കേണ്ടത് ക്ഷമ ചോദിക്കണം. അതിനുള്ള വിമുഖത ഒരു വെല്ലുവിളിയാണ്. അത് എക്യുമെനിസത്തിന് തടസ്സമാണ്. യഥാർത്ഥ എക്യുമെനിസത്തിൻ്റെ ഐക്യത്തിൻ്റെ സ്പിരിറ്റ് നമ്മിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ പിളർപ്പുകളുടെ മുറിവുകൾ മറക്കാനും പൊറുക്കുവാനും നമുക്കാകും. യോജിപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ വീട്ടിലിരുന്നൊക്കെ കേട്ടിട്ട് തിരുമേനി വീണ്ടും സഭ ഒന്നിപ്പിക്കാൻ പോവുകയാണോ എന്നും തെറ്റിദ്ധരിക്കുമെന്നും ഞാൻ ആദ്യമേ അതിനൊരു എക്സ്പ്ലനേഷൻ തന്നു.
സഭയുടെ ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ട് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, അതെല്ലാ സഭകൾക്കും കഴിയുമത്. കുറച്ചൊക്കെ ത്യജിക്കാനുള്ള മനോഭാവം ഉണ്ടായാൽ മാത്രം മതി. ദൈവത്തിൻ്റെ ദൈവസ്നേഹത്തിൽ അല്പം ത്യജിക്കാനുള്ള മനസ്സുണ്ടാകുമെങ്കിൽ, ചിലതൊക്കെ ഉപേക്ഷിക്കാനുള്ള മനസ്സുണ്ടാകുമെങ്കിൽ സുവിശേഷത്തിൻ്റെ വഴിയിൽ എല്ലാവർക്കും വരുവാനായിട്ട് സാധിക്കും. അവിടെ ജയിക്കുന്നത് സുവിശേഷമാണ്, അവിടെ വിജയിക്കുന്നത് ക്രിസ്തുവാണ്, ക്രിസ്തുവിൻ്റെ സത്യമാണ്, സാക്ഷ്യമാണ്. പ്രിയമുള്ളവരെ, അതിനുവേണ്ടി നമ്മൾ പല സത്യങ്ങളും പല യാഥാർത്ഥ്യങ്ങളും ഒരുപക്ഷെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി, സ്നേഹത്തെ പ്രതി ഒന്ന് ത്യജിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അവിടെയാണ് എക്യുമെനിസം പിറന്നു വീഴുന്നത്. സെയിൻറ്റ് പോൾ ഓർമ്മപ്പെടുത്തുന്നു, എഫേസ്യർ 4:2-3, പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുകയും. പലപ്പോഴും ആത്മീയതയേക്കാൾ ഉപരിയായി അധികാരത്തിനും സ്വത്തിനും സ്ഥാനമാനങ്ങൾക്കും സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി ഉള്ള വടംവലി, പിടിവലി എക്യുമെനിക്കൽ മുന്നേറ്റങ്ങളെ ദുർബലപ്പെടുത്തുന്നുണ്ട്. എക്സ്ക്ലൂസീവ്, അടഞ്ഞ മനോഭാവം പാടില്ല. തങ്ങളുടെ വിശ്വാസത്തിലും പാരമ്പര്യത്തിലും മാത്രമേ സത്യമുള്ളൂ, മറ്റൊക്കെ ചുമ്മാ. അങ്ങനെ ഞാൻ വിശ്വസിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അന്നത്തെ നിഖ്യാ സിനോദോസ് പ്രിസൈഡ് ചെയ്ത് എൻ്റെ സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് ഒസ്താത്യോസ് പത്രിയർക്കീസ് ബാവാണെന്ന് പറഞ്ഞ് ഞാൻ മാത്രം ശരിയെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? എനിക്ക് എൻ്റെ ശരികൾ തന്നെയാണ്, അതെൻ്റെ സത്യവുമാണ്. എന്നാൽ തങ്ങളുടെ വിശ്വാസത്തിലും പാരമ്പര്യത്തിലും മാത്രമേ സത്യമുള്ളൂ എന്നും മറ്റുള്ളവർ തെറ്റിപ്പോയവരാണെന്നും തീവ്രമായ നിലപാടുകൾ മാറ്റണം, ആ ചിന്താഗതി മാറ്റണം. അത് മാറുമ്പോൾ സഭയുടെ ഐക്യത്തിൻ്റെ വാതായനങ്ങൾ അവിടെ നാം അറിയാതെ തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, എൻ്റെ സഭ എന്നുള്ള മനോഭാവത്തിൽ നിന്ന് മാറി എൻ്റെ കർത്താവിൻ്റെ സഭ എന്നുള്ള ദർശനത്തിലേക്കുള്ള വളർച്ചയാണ് നമുക്ക് ആവശ്യം. ആ വളർച്ചയിലേക്കുള്ള തീർത്ഥാടനത്തിന് നാം ഒരുങ്ങേണ്ടുന്നതും ഈ വളർച്ചയിലേക്കുള്ള തീർത്ഥാടനമാണ് ഇന്നിൻ്റെ അനൈക്യത്തിൻ്റെ, ഇന്നിൻ്റെ വിഭാഗീയതയുടെ, ഇന്നിൻ്റെ തർക്കങ്ങളുടെ, ഇന്നിൻ്റെ വഴക്കുകളുടെയൊക്കെ ആവശ്യകത. വാത്സല്യ ദൈവമക്കളെ, കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസംഗം പറഞ്ഞപ്പോൾ സമയം കൂടുതലെടുത്തു എന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ ഒരു സിഗ്നൽ തന്നാൽ മതി, സമയം ആയി കഴിയുമ്പോൾ ഞാൻ നിർത്തിക്കോളാം. തിയോളജിക്കൽ ഫിലോസോഫിക്കൽ ഡയലോഗുകളാണ് കൂടുതലും ഈ എക്യുമെനിക്കൽ വേദികൾ നടക്കുന്നത്. ഇവിടെ കൂർലോസ് സിനിമയൊക്കെ ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ എക്യുമെനിക്കൽ ഹെഡ്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവരെയൊന്നും ചെറുതാക്കി പറയുന്നതല്ല, അതല്ലെങ്കിൽ ഞാനിതൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പറയുന്നതല്ല. അതെല്ലാം അർത്ഥവത്താണെങ്കിലും എക്യുമെനിസം മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കണം. അതിലേക്കാണ് ഞാൻ വരുന്നത്. വി ഹാവ് ടു എൻ്റർ ഇൻ ടു അനദർ സ്റ്റേജ്. പലപ്പോഴും എക്യുമെനിസം സമ്മേളനങ്ങൾ ദൈവശാസ്ത്ര താത്വിക ദർശന ചിന്തകളിൽ ആ തലത്തിൽ അങ്ങ് ഒതുങ്ങിപ്പോവുകയാണ്. അതിനൊരു മാറ്റം വരണം. അതിൻ്റെ പേരാണ് എക്യുമെനിസം ഓഫ് ഹെഡ്. എക്യുമെനിസം ഓഫ് ഹെഡ്. ഇവിടെയാണ് വി നീഡ് എ പാരഡൈം ഷിഫ്റ്റ്. ഇവിടെയാണ് വി നീഡ് എ ട്രാൻസിഷൻ. ആൻഡ് വി ക്യാൻ കോൾ ഇറ്റ് എക്യുമെനിസം ഇൻ ട്രാൻസിഷൻ. എക്യുമെനിസം ഇൻ ട്രാൻസിഷൻ. എപ്പോൾ? ജർമ്മനിയിൽ വെച്ച് നടന്ന ഏറ്റവും ഒടുവിൽ നടന്ന WC അസംബ്ലിയിലാണ് ഈ ചിന്ത, എക്യുമെനിസം ഓഫ് ഹാർട്ട്, ഇവിടെ നിന്നും ഇവിടേക്ക് ഉള്ള ഇറക്കം. എക്യുമെനിസം ഓഫ് ഹെഡിൽ നിന്നും എക്യുമെനിസം ഓഫ് ഹാർട്ടിലേക്കുള്ള ഒരു തീർത്ഥാടനം. എ പാരഡൈം ഷിഫ്റ്റ്. എക്യുമെനിസം ഇൻ ട്രാൻസിഷൻ. എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങൾ ആശയങ്ങളുടെ സംവാദങ്ങളുടെ തലത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന് ഹൃദയപക്ഷത്തു നിന്ന് മനുഷ്യരുടെ പക്ഷത്തേക്ക് ജീവിതങ്ങളുമായി സംവദിക്കുന്ന ഒരു യാഥാർത്ഥ്യം. അവിടെ സഭകളും എല്ലാവരും, എല്ലാ മനുഷ്യരും, പ്രകൃതിയും എല്ലാം ഒന്നാകുന്ന ഐക്യത്തെക്കുറിച്ചുള്ളൊരു ഘട്ടത്തിൽ എക്യുമെനിസം പ്രവേശിക്കണമെന്നുള്ളതാണ് അവിടെ വിവക്ഷിക്കുന്നത്, ഹൃദയത്തിൻ്റെ ഭാഷ. എന്നാൽ ആ ഘട്ടത്തിലേക്ക് ഗൗരവപൂർവ്വം പ്രവേശിക്കുവാൻ എന്തൊക്കെയോ കൊണ്ട് സഭകൾക്ക്
എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഒരു തുടർ അന്വേഷണത്തിനും ചോദ്യത്തിനുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഒരു പരിധിവരെ അതിലേക്ക് പ്രവേശിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് എൻ്റെ നിരീക്ഷണം. മറിച്ചാകുവാൻ ഈ യാത്ര നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് തുടരേണ്ടിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനൊരു ചൊല്ലുണ്ട്, വി ടെൻഡ് ടു മിസ് ഹെവൻ ബൈ 18 inches. വല്ല പിടികിട്ടിയോ? നമ്മൾ പലർക്കും സ്വർഗം നഷ്ടപ്പെടുന്നത് 18 ഇഞ്ചിൻ്റെ അകലത്തിലോ വ്യത്യാസത്തിലോ ആണ്. ഇതിനൊരു അടിസ്ഥാനമുണ്ട് ശാസ്ത്രീയമായി. ബ്രെയിനിൽ നിന്നും അല്ലെങ്കിൽ തലയിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള അളവ് 18 ഇഞ്ചാണെന്നാണ് വിവരമുള്ളവരൊക്കെ പറയുന്നത്. ഈ ഹൃദയവും തലച്ചോറും തമ്മിലുള്ളതായ അകലം ഏകദേശം 18 ഇഞ്ചാണ്. നമ്മൾ പലപ്പോഴും തലച്ചോറിൻ്റെ ബുദ്ധിയിൽ അതിൻ്റെ തലത്തിൽ നിന്നും 18 ഇഞ്ച് താഴോട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിലേക്കോ ഭാഗത്തേക്കോ ഇറങ്ങി വരുവാനായിട്ട് എത്താൻ സാധിക്കാത്തതിൻ്റെ ഒരു ദുര്യോഗമെന്നൊക്കെ പറയാം. ഈ പറുദീസായ്ക്ക് സമമായിട്ടുള്ള ഈ ഐക്യം എന്ന കൺസെപ്റ്റ് വ്യത്യസ്തതകൾ മാനിച്ചുകൊണ്ടും വ്യത്യസ്തതകൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടും അത് അലങ്കാരമാക്കിക്കൊണ്ടുമുള്ള എക്യുമെനിസം. നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷം 1:11, വചനം ജഡമായി മനുഷ്യരുടെ ഇടയിൽ കൂടാരമടിച്ചു. വചനം ജഡമാകാനുള്ളതാണ്, വചനം മാംസം ധരിക്കാനുള്ളതാണ്, വചനം വായിക്കാനും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും സുവിശേഷിക്കാനും മാത്രമുള്ളതല്ല. വചനം മനുഷ്യർക്കിടയിൽ കൂടാരമടിക്കുമ്പോഴാണ് മനുഷ്യാവതാരത്തിൻ്റെ അർത്ഥം അതിൻ്റെ പൂർണ്ണതയിൽ കൈവരിക്കുന്നത്. പ്രിയമുള്ള വാത്സല്യ ദൈവജനമേ, ജഡമെടുത്ത മനുഷ്യരുടെ മധ്യേ വസിക്കാത്ത ഒരു വചനവും ദൈവത്തിൻ്റെ വചനമാകത്തില്ല. അത് ദൈവത്തിൻ്റെ വചനമാകണമെങ്കിൽ മാംസം ധരിക്കണം, അത് ദൈവവചനമാകണമെങ്കിൽ ജഡം ധരിക്കണം. അതിനുള്ള നിരന്തരമായ പരിശ്രമമാണല്ലോ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ടുന്ന അവസ്ഥയിലേക്കുള്ള ഈ യാത്രയിൽ വചനധ്യാനത്തിലൂടെ നാം എല്ലാവരും സ്വാംശീകരിച്ചെടുക്കേണ്ടുന്നത്. അതല്ലാഞ്ഞാൽ ഈ പ്രാർത്ഥനയും ആരാധനയും വായനയുമൊക്കെ അധരവ്യായാമമായി ചെറുതായി പോകും. ദർശനത്തിൻ്റെ തലത്തിൽ, തിയോളജിയുടെ തലത്തിൽ ഒതുങ്ങി നിന്ന് മനുഷ്യരുടെ, പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളിൽ നിന്നും അകന്നു മാറി നിൽക്കുന്ന മനുഷ്യരുടെ എക്യുമെനിക്കൽ ചിന്താഗതികൾ, പ്രവർത്തനങ്ങൾ ഒരു പക്ഷേങ്കിൽ അതിൽ എത്രമാത്രം ക്രിസ്തു കേന്ദ്രീകൃതമാകാം, ക്രിസ്റ്റോ സെൻട്രിക്കായിട്ട് എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളെ കൊണ്ടുപോകുന്നതിൽ സാധിക്കുന്നുണ്ടോ എന്നുള്ള അന്വേഷണവും ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം, അന്ത്യനാളിൽ കർത്താവ് മനുഷ്യന്മാരെ രണ്ടായി വിഭജിക്കുന്നുണ്ട്. അവിടെ വിശക്കുന്നവന് ഭക്ഷണം, ദാഹിക്കുന്നവന് കുടിപ്പാൻ കൊടുക്കണം, വീടില്ലാത്തവനെ ചേർത്ത് വയ്ക്കണം, മരുന്ന് വാങ്ങിക്കാനില്ലാത്തവനെ മരുന്ന് വാങ്ങി ചികിത്സിക്കണം, അവയവമാറ്റം ആവശ്യപ്പെടുന്നവന് അവനെ ചേർത്ത് നിർത്തി അവനെ സൗഖ്യത്തിൻ്റെ വഴിയിലേക്ക് കൈ ചേർത്ത് പിടിച്ച് അവനെ കൊണ്ടുപോകണം, തടവിലാക്കുന്നവരെ ചെന്ന് കാണണം. ഇതൊക്കെയാണ് ദൈവരാജ്യത്തിൻ്റെ, സ്വർഗരാജ്യത്തിൻ്റെ അനുഭവമെന്ന് ക്രിസ്തു നമ്മോട് പ്രഖ്യാപിക്കുന്നു. അതൊരു പരിധിവരെയെങ്കിലുമൊക്കെ നമുക്ക് ആ വിഭാഗത്തിൽ ചേർന്ന് നിൽക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നാം ഈ ദൈവരാജ്യം പണിയുന്നതിൽ അല്പമെങ്കിലും ഒരു കൈ നമ്മളോട് വെച്ചിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ താല്പര്യമാണ്. അതാണ് എക്യുമെനിസം ഓഫ് ഫീറ്റ്. എക്യുമെനിസം ഓഫ് ഫീറ്റ് അല്ലെങ്കിൽ എക്യുമെനിസം ഓഫ് ഹാർട്ട് എന്ന് വിളിക്കുന്ന പ്രായോഗിക എക്യുമെനിസം, പ്രാക്ടിക്കൽ എക്യുമെനിസം. അപ്പോൾ നമ്മളിതിൻ്റെ തിയോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ താത്വികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുമൊക്കെ അല്പം ഒരു അയവ് വരുത്തിക്കൊണ്ട് പ്രാക്ടിക്കൽ എക്യുമെനിസത്തിലേക്ക് നമ്മൾ വരണം. WCCയുടെ ഭാഷയിൽ പിൽഗ്രിമേജ് ഓഫ് ജസ്റ്റിസ് ആൻഡ് പീസ് എന്ന് പറയും. എല്ലാവർക്കും സുപരിചിതമാണത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്,
ദുരന്തങ്ങൾ വരുമ്പോൾ, വെള്ളപ്പൊക്കം, മഹാമാരി, കോവിഡൊക്കെ വന്നു പോയല്ലോ, നാച്ചുറൽ കലാമിറ്റീസ്, മണ്ണിടിച്ചിൽ, അങ്ങനെ തുടങ്ങി ഗവൺമെൻറ്റിനും സംവിധാനങ്ങൾക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്നതിനപ്പുറം കാര്യങ്ങൾ പോകുമ്പോൾ ജനം തന്നെയാണ് അവിടെ അവരുടെ മനുഷ്യത്വം അവിടെ ഉണരുകയാണ് ചെയ്യുന്നത്. എല്ലാ വിഭാഗിതയും മറന്നാണ് അവരന്നേരം ഇറങ്ങുന്നത്. വെള്ളത്തിൽ കുനിഞ്ഞു നിന്ന് ഒരു ഹിന്ദുവിൻ്റെ ശരീരത്തിൻ്റെ മുതുകത്ത് ചവിട്ടി ഒരു മുസ്ലിം സ്ത്രീ വള്ളത്തിനകത്തേക്ക് ജീവനിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടില്ലേ? അവിടെയൊന്നും മതവും വിഭാഗീയതയും നിറവും വർഗവും ഒന്നും ഒരു വിഷയമായിരുന്നില്ല. വെൻ ഇറ്റ് കംസ് ടു കലാമിറ്റീസ്, എല്ലാ മനുഷ്യരാണ്. ആ മനുഷ്യർ എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്ന കൺസെപ്റ്റിൽ നിന്ന് എപ്പോഴാണ് നമ്മൾ മാറിപ്പോകുന്നത്? അത് നമ്മെ ഓർമ്മിപ്പിക്കാനും കലാമിറ്റീസ് വന്നുകൊണ്ടിരിക്കണമോ? അപ്പോൾ മാത്രമേ നമുക്ക് ആ ഓർമ്മ വരത്തുള്ളൂ. അത് പോരല്ലോ. അതിലേക്കുള്ള ഒരു വാതായനം തുറക്കുവാൻ എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ ദുരന്തമുഖത്ത് പ്രവർത്തിക്കുവാൻ, ഒരേ ബാനറിൽ പ്രവർത്തിക്കാൻ എന്ത് സാധിക്കും? നമ്മളെല്ലാവരും നമ്മുടെ ബാനറിൽ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഏതെങ്കിലും സംഘടന, ഏതെങ്കിലും പള്ളി ഇന്ന കാര്യത്തിന് പോകുന്നു, അവിടെയെല്ലാം അത്യാവശ്യം പരസ്യങ്ങളുമൊക്കെ ലഭിക്കും. അതൊക്കപ്പുറമുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള എക്യുമെനിസം ഓഫ് ഹാർട്ട്, അത് ഈ പറയുന്ന സഭകളുടെ വിവിധ എപ്പിസ്കോപ്പൽ സഭകളുടെ മതിൽക്കെട്ടുകൾക്കൊക്കെ അപ്പുറം പോകേണ്ടുന്നതാണ്. അതപ്പുറം പോകണമെങ്കിൽ ആദ്യം നമ്മൾ ഈ ഒരു കൊയ്നോണിയ, ഈ ഒരു ഫെലോഷിപ്പ് നമ്മൾ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിന് വിഫലമായിട്ടുള്ള ഒരു പ്രവർത്തനവും ഇന്നത്തെ കാലത്തും ഇന്നത്തെ ലോകത്തും പ്രത്യേകിച്ചും ഭാരതത്തിൻ്റെ പ്രത്യേക പരിതസ്ഥിതിയിൽ ക്രൈസ്തവർ തമ്മിൽ വൈരാഗ്യം പാടില്ല, ക്രൈസ്തവർ തമ്മിൽ മത്സരിക്കാൻ പാടില്ല, ക്രൈസ്തവർക്കിടയിൽ വ്യവഹാരം പാടില്ല, ക്രൈസ്തവർക്കിടയിൽ മത്സരം പാടില്ല, സ്നേഹം മാത്രം ആയതിലേക്ക് വരണം. കഴിഞ്ഞത് കഴിഞ്ഞു. ഒത്തിരി മുറിപ്പാടുകളുണ്ട്, എല്ലാവർക്കുമുണ്ട് മുറിപ്പാടുകൾ, അതിലാരും അന്യരല്ല. പ്രിയമുള്ളവരെ, ക്രിസ്തു ശരീരം ഇനിയും വികലമാക്കാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. 1700 വർഷം പിന്നിടുമ്പോൾ ഇന്നും നടക്കുന്നത് പഴയ കഥകൾ തന്നെയല്ലേ? വികലമാക്കുകയല്ലേ ചെയ്യുന്നത്. പ്രസംഗിക്കാൻ ഒരു പക്ഷേ എനിക്ക് എളുപ്പമായിരിക്കാം, എളുപ്പവുമാണ്. പ്രസംഗം എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നുള്ള ചാലഞ്ചാണ് ഞാനുമൊക്കെ യഥാർത്ഥത്തിൽ ഇന്ന് അഭിമുഖീകരിക്കുന്നത്. ദൈവം കൂടെയുണ്ടെങ്കിൽ, ദൈവാത്മാവ് കൂടെയുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ജീവൻ്റെ വചനമാണ് എങ്കിൽ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രസംഗിക്കുന്നതെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. പ്രിയമുള്ളവരെ, എക്യുമെനിസം ഓഫ് ഹാർട്ട്, ഹൃദയത്തിൻ്റെ ഐക്യം, ഹൃദയത്തിൻ്റെ ഐക്യം പിറന്നു വീഴണം. വിശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 24, ഉദ്ധിതനായ കർത്താവ് എമ്മാവോസിലേക്കുള്ള യാത്ര. 2 ശിഷ്യന്മാരെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. നിങ്ങൾക്കറിയാം, യാത്രാമധ്യേ അവർ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. അവിടെ നടന്ന സംഭവങ്ങൾ, ആ മനുഷ്യനെ കൊന്നു, കുഴിച്ചിട്ടു, ഞങ്ങളൊക്കെ ഇങ്ങനെ നാമാവശേഷമായി പല വഴിക്കായി. എന്നാൽ ഉദ്ധിതനായ ക്രിസ്തു അവരെ കൂട്ടിച്ചേർത്തു. മൂന്നാമതൊരാൾ സഹയാത്രികനായി കൂടെയുണ്ട്. ആരാണെന്ന് അവർക്ക് മനസ്സിലായില്ല. വീട്ടിനകത്ത് ചെന്ന് യാത്രാമധ്യേ വീട്ടിനകത്ത് കയറി അപ്പം നുറുക്കിയപ്പോൾ മാത്രമാണ് അവർക്ക് മനസ്സിലാകുന്നത്. യേശു അപ്പം നുറുക്കി പകുത്ത് കൊടുത്തപ്പോൾ യേശുവിനെയും ക്രിസ്തുവിലുള്ള കൂട്ടായ്മയും അപ്പോഴാണ് അവർക്ക് ബോധ്യപ്പെട്ടത്. അപ്പം പങ്കിടുന്നതിൻ്റെ, കൂട്ടായ്മ ആചരിക്കുന്നതിൻ്റെ മാനവികത, സാഹോദര്യത്തിൻ്റെ തലത്തിലാണ് ക്രിസ്തു സാന്നിധ്യം അർത്ഥവത്താക്കുന്നതും കൂട്ടായ്മ അതിൻ്റെ ആഴവും പരപ്പും കണ്ടെത്തുന്നത്. വെൻ യു ബ്രേക്ക് ദ ബ്രെഡ്, വെൻ ക്രൈസ്റ്റ് ബ്രോക്ക് ദ ബ്രെഡ്, എല്ലാ മതിലുകളും അവിടെ ഇടിഞ്ഞ് തകർന്നു വീഴുകയാണ്. എല്ലാ ബന്ധനങ്ങളും അവിടെ വിമോചിക്കപ്പെടുകയാണ്. ആ അപ്പത്തിൽ, അതിൽ പങ്കാളികളാവുക എന്നുള്ള അൾട്ടിമേറ്റ്, അതാണ് പരിശുദ്ധ പത്രീർക്കീസ് ബാവയുടെ സ്ഥാനാരോഹണ വേളയിൽ ഒരു ചാലീസിൽ നിന്ന് കുടിക്കുന്ന കാലം വരണമെന്ന് അദ്ദേഹം പ്രസംഗിച്ചു വന്നവിടെ. ബർന്നബാസ് തിരുമേനി, ഒത്തിരി മാർത്തോമാ സഭയിലെ അംഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയാണ്, എല്ലാവരുടെയും സ്വപ്നമാണ് ക്രിസ്തുവിൻ്റെ
ശരീരരക്തങ്ങൾ ഒരു മേശയിൽ നിന്നും പങ്കിടുവാനുള്ളതായ സൗഭാഗ്യം വിദൂരമല്ലാത്ത ഭാവിയിൽ അത് സഭയിൽ സംജാതമാകണം. അതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. തലയിൽ നിന്നും ഇറങ്ങി വരണം. തലയിൽ നിന്നും ഇറങ്ങി വന്ന് ഹൃദയത്തിലേക്ക് വരണം. ഹൃദയത്തിൽ കൂടാരമടിക്കണം. അവിടെയാണ് വചനം പിറന്നു വീഴുന്നത്. പ്രിയമുള്ളവരെ, തലച്ചോറിൻ്റെ തലത്തിൽ നിന്ന് വികാസം പ്രാപിക്കുന്ന എക്യൂമിനിസം മറുരൂപം മലയിൽ നിന്ന് ഹൃദയത്തിൻ്റെയും പാദത്തിൻ്റെയും എക്യൂമിനിസമാകുന്ന താഴ്വാരത്തിലേക്ക്, ആ എക്യൂമിനിസമാണ്, അവിടേക്ക് ഇറങ്ങി വരുന്ന എക്യൂമിനിസമാണ് ഇന്നിൻ്റെ സമൂഹത്തിന്, ഇന്നിൻ്റെ ക്രൈസ്തവ ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ളതും ഏറ്റവും പ്രാധാന്യമുള്ളതും. ഞാൻ ഇനിയും ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചൂട് കൂടുന്നുണ്ട്, ഫാനില്ല. ഇതൊക്കെ കൺവെൻഷൻകാർ മാറ്റി ചിന്തിക്കണം. ആളുകളൊക്കെ ഇങ്ങനെ പകലൊക്കെ വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ 130 വർഷം മുമ്പ് തുടങ്ങിയ കാലാവസ്ഥയല്ല, പമ്പ തീരമല്ല ഇന്നത്തെ പമ്പ തീരം, ഇന്നത്തെ കേരളവും കാലാവസ്ഥയുമൊക്കെ. കാലാവസ്ഥ വ്യതിയാനം സംഭവിച്ചൊക്കെ മാരാമൺ കൺവെൻഷൻ്റെ സംഘാടകർ ഓർക്കണം. ഇതൊക്കെ ഇക്കോളജിക്കലാണ്, ഒക്കെ ഞാൻ സമ്മതിച്ചു, സന്തോഷമാണ്. പക്ഷേ ഈ ആൾക്കാർ ഇനിയിപ്പോൾ വീട്ടിലിരുന്നതൊക്കെ കേൾക്കാമല്ലോ. മെത്രാപ്പോലീത്ത തിരുമേനി ഇവിടെ വന്ന് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മാറ്റി ചിന്തിക്കേണ്ടി വരും. ആളുകൾ കുറയും പകൽ യോഗങ്ങൾക്കൊക്കെ. എന്നോട് ചിലർ പറഞ്ഞു, ഒരു പ്രധാനപ്പെട്ട അച്ഛനാണ്, തിരുമേനി ഞാൻ വൈകിട്ടത്തെ യോഗത്തിന് വരും. എന്ത് പറ്റിയ അച്ഛാ? പകൽ ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. ഒരച്ഛനുണ്ട്, അച്ഛൻ പുറയിൽ ഇരിപ്പുണ്ട്. പ്രിയമുള്ളവരെ, വെറും 18 ഇഞ്ച് മാത്രമുള്ള യാത്രയാണ് തലയിൽ നിന്നും ഹൃദയത്തിലേക്ക് ഇറങ്ങി വരാനുള്ളത്. 18 ഇഞ്ചസ്, വെരി ഷോർട്ട് ഡിസ്റ്റൻസ്. എന്നാൽ ഈ 18 ഇഞ്ച് മാത്രമുള്ള ഈ ചെറിയ ഈ കുഞ്ഞൻ യാത്രയാണ് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും ഏറ്റവും ദുർഘടം പിടിച്ചതുമായ യാത്ര. ശരിയല്ലേ? അത്ര എളുപ്പമൊന്നുമല്ല. ഞാനൊരു നിക്യാ സുന്നോദോസിലെ ആതിഥ്യം വഹിച്ച, അതിൻ്റെ പ്രിസൈഡ് ചെയ്ത ഒരു പാത്രിക്കീസിൻ്റെ പിൻഗാമിയായിട്ട് നിൽക്കുന്ന ഒരാളാണ്, ഇവിടുത്തെ അധിപതിയാണ്. അത്ര പെട്ടെന്നും തലയിൽ നിന്നും താഴേക്ക് ഹൃദയത്തിലേക്ക് ഇറങ്ങി വരാൻ അത്ര എളുപ്പമൊന്നുമല്ല. ദിസ് ഈസ് എ റിയൽ സിറ്റുവേഷൻ. നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ, കുരിശ് വരയ്ക്കാറില്ലേ? ഉണ്ട്. പെന്തക്കോസ്തുകാർ വരയ്ക്കാറില്ല നമ്മളല്ലേ? ഇല്ല. നമ്മൾ കുരിശ് വരയ്ക്കുമ്പോഴും ഒരു ഇറങ്ങിവരവുണ്ട്, ഇല്ലേ? നമ്മളങ്ങനെ പ്രകടിപ്പിക്കാറില്ലേ? സഹോദരൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ, ഫ്രണ്ടിലിരുന്നു നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഒരു ഇറങ്ങിവരവുണ്ട്. നെറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ തലയിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ഇറങ്ങിവരവ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഓർമ്മ വെച്ച നാൾ മുതൽ ഈ ഇറങ്ങി വരാനായിട്ട് പ്രകടിപ്പിച്ചിട്ട് എത്രമാത്രം ഇറങ്ങി വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. ഹൃദയത്തിലേക്ക് ഇറങ്ങണം. അത് കുരിശിൻ്റെ എക്യൂമിനിസമാണ്. അത് സമഭാവനയുടേതാണ്. അത് ഇറങ്ങി വരവിൻ്റെ എക്യൂമിനിസമാണ്. അവിടെ വേർപാടുകളില്ല, അവിടെ വേർതിരിവുകളില്ല. എല്ലാം ആ ക്രൂശിൻ്റെ പാദത്തിൽ, ആ സമതല ഭൂമിയിൽ എല്ലാവരും ഒന്നിക്കുകയാണ്. എല്ലാവരും ഒന്നിച്ച് മതിയാകും പ്രിയമുള്ളവർ. ബാക്കിയെല്ലാം തലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചിന്താതികളാണ്. തലയിൽ നിന്നും അതിൻ്റെ എല്ലാ വശങ്ങളും ബോധ്യപ്പെട്ടിട്ട് എങ്കിലും ഹൃദയത്തിലേക്ക് ഇറങ്ങണം. എഫേസ്യർ 2:14 ഞാൻ അവസാനിപ്പിക്കുകയാണ്. അച്ഛന് ബോറടിച്ചോ? അവൻ ക്രിസ്തു, നമ്മുടെ സമാധാനം. അവൻ കുരിശിൽ ഇരുപക്ഷത്തെയും ഒന്നാക്കി വേർപാടിൻ്റെ നടുച്ചുവർ തകർത്ത് കളഞ്ഞു. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതുന്നതാണ്. ഇവിടെ കുറേ മതിലുകളൊക്കെ ഉണ്ട്. അതൊക്കെ തകർത്തെറിയാൻ ഈ പ്രസ്ഥാനത്തിന് ദൈവാത്മാവിൽ സാധിക്കണം. എക്യുമെനിസം പ്രസ്ഥാനങ്ങൾ കുരിശു കേന്ദ്രീകൃതമാകണം, ക്രിസ്തു കേന്ദ്രീകൃതമാകണം. ഇറങ്ങി വരണം. ഇറക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം. ഒരു വശത്ത് വിശ്വാസത്തിലും കൂദാശപരം ഐക്യത്തിലുമൊക്കെയും ഉള്ള സാധ്യതകൾ തേടിയുള്ള അന്വേഷണങ്ങൾ എക്യുമെനിക്കൽ ജേണിയിൽ നമ്മൾ തുടരുമ്പോൾ, അതിനപ്പുറമുള്ള പ്രായോഗിക എക്യുമെനിസം, പ്രാക്ടിക്കൽ എക്യുമെനിസം
മനുഷ്യൻ്റെ ആകമാനമുള്ള ഐക്യത്തിന്, നമ്മുടെ ആവാസഭൂമിയോടുള്ള നമ്മുടെ കരുതലിന്, പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന്, സഹജീവികളെ കരുതുന്നതിന് എല്ലാ മനുഷ്യരെയും, എല്ലാ മതങ്ങളെയും, മതമില്ലാത്തവരെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു വിശാല പ്രായോഗിക എക്യുമെനിക്കൽ മൂവ്മെൻറ്റ് ഇനിയും വൈകാതെ അതിൻ്റെ ബൗദ്ധിക തലത്തിൽ നിന്നും ഹൃദയത്തിൻ്റെ തലത്തിലേക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലേക്കും വളർന്ന് പടരാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഈ ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള, റിനൗണ്ടായിട്ടുള്ള, ആത്മനിറവുള്ള, ചൈതന്യവത്തായ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപരിക്കലുള്ള ഈ പുണ്യപ്പെട്ട ഭൂമിയിൽ ദൈവം ഒപ്പം നടക്കുന്ന ജനത്തോടൊപ്പം അല്പസമയം ഇരിക്കാൻ, നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, എൻ്റെ സഭയ്ക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുവാൻ ഈ സന്ദർഭം, ഈ കൺവെൻഷൻ, ഈ എക്യുമെനിക്കൽ യോഗം അത് വലിയ മുഖാന്തരമായി. ഞാൻ എല്ലാവരോടും എൻ്റെ ആത്മാർത്ഥമായ സ്നേഹം, സന്തോഷം അറിയിക്കുന്നു. മാർത്തോമാ സഭയോട് ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു. ഈ സ്നേഹം, ഈ കരുതൽ, ഈ അംഗീകാരം, ഈ പരസ്പരമുള്ള ആദരവ് അതതിൻ്റെ പൂർണ്ണതയിൽ ഇനിയും എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ തേഫിലോസ് സക്കറിയാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത, ഭാഗ്യസ്മരണാർഹനായ സഫ്രഗൻ മെത്രാപ്പോലീത്തായും ഭാഗ്യസ്മരണാർഹനായ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലീത്തായുടെയും ഒക്കെ കാലത്ത് ആരംഭിച്ച ഒരു ഡയലോഗുണ്ട്. അത് ആ ഡയലോഗ് പല പ്രാവശ്യം കഴിഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞ ആ ഡയലോഗ് അതിനെ തലച്ചോറിൽ നിന്നും അതൊന്ന് ഹൃദയത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരുവാൻ നമ്മുടെ മെത്രാപ്പോലീത്ത തിരുമേനിയും കൂടെ മനസ്സ് വെച്ചാൽ നമുക്ക് ആ ഡയലോഗ് പെട്ടെന്ന് ആരംഭിക്കാം. ഭാരപ്പെടേണ്ട. നമ്മളുടെ ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളെ മാർത്തോമാ സഭ ഉയർത്തിപ്പിടിച്ച ചില കാര്യങ്ങളുണ്ട്. അതിനോടൊക്കെ ആദരവ് മാത്രമേ ഉള്ളൂ. ഞങ്ങളും അതൊക്കെ ഫോളോ ചെയ്ത് തുടങ്ങി. ചില കാര്യങ്ങളൊക്കെ പെന്തക്കോസ്തുകാരെക്കാളും വെല്ലുന്ന സാക്ഷ്യം പറച്ചിലും മറുഭാഷയൊക്കെ ഞങ്ങളുടെ ഇടയിലൊക്കെ ഇടയ്ക്കൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം റിഫോംഡായിട്ട് ചിന്തിക്കുന്നതോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നതും ഒന്നിനും എതിരല്ല. വിഷയമായിട്ടും അതിൻ്റേതായ സൗന്ദര്യമുണ്ട്. വ്യത്യസ്തതകളുടെ ഒരു പ്രവാചകനായിട്ടാണ് ഭാഗ്യസ്മരണാർഹ ക്രിസ്തോസ് തിരുമേനി ഞാൻ എപ്പോഴും കാണുന്നത്. അദ്ദേഹം വ്യത്യസ്തതകളുടെ സൗന്ദര്യം ആസ്വദിച്ചൊരു മനുഷ്യനാണ്. അതുകൊണ്ട് വ്യത്യസ്തതകളുടെ സൗന്ദര്യം ഈ ലയനത്തിൻ്റെ അല്ലെങ്കിൽ ഐക്യത്തിൻ്റെ പാതയിൽ ഒരു അലങ്കാരമായി ഈ വ്യത്യസ്തതകൾ എല്ലാ സഭകളുടെയും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. അങ്ങനെ തന്നെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത് തന്നെയായിരുന്നു ജോസഫ് മാർത്തോമാ മെത്രാപ്പോലീത്തായും വീക്ഷിച്ചിരുന്നതും ചിന്തിച്ചിരുന്നതും. അടുക്കാവുന്ന മേഖല അടുക്കുക, അടുക്കാൻ പറ്റാത്ത വ്യത്യസ്തമായ മേഖലകളിൽ പരസ്പരം ആദരവും സ്നേഹവും പുലർത്തുക എന്നുള്ള ഒരു സമീപനമായി അത് തന്നെയാണ് എക്യുമെനിക്കൽ വേൾഡിൻ്റെ നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹവും പ്രാർത്ഥനയും. എന്നെ ഇത്രയും ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ ഈ അല്പസമയത്തെ എൻ്റെ ഈ ഹൃദയത്തിൽ നിന്നുമുള്ള ആശയങ്ങൾ, മനസ്സിൽ നിന്നും വന്ന ആശയങ്ങൾ പങ്കുവയ്ക്കാൻ സാധിച്ചുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ.